ഹലോ എവ്രി വൺ. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഞാൻ എന്താ ഉണ്ടാക്കിയെന്നാണ് കാണിക്കുന്നത്. രാവിലെ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം പൂരി ബാജി ആയിരുന്നു, അപ്പോൾ ആ പൊട്ടേറ്റോ ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ ശരി, അതിൽ വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ടോസ്റ്ററിലതാ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഇതാ എളുപ്പത്തിൽ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഉച്ചലത്തേക്കും ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ പുലാവും നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് സ്റ്റർ ഫ്രൈ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയിൽ കഴുകി വെള്ളവും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കുതിരാനായിട്ട് ഒരു 20 മിനിറ്റ്സ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് എണ്ണയും കുറച്ച് നെയ്യുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പൈസസ് പട്ടയും ഗ്രാമ്പും പിന്നെ ഏലക്കയും ബേ ലീഫും അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു സവാള കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുത്തു. നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയപ്പോൾ ഒരു ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നതിന് ശേഷം ക്യാരറ്റ്, ബീൻസ്, പിന്നെ പീസ്, ഈ 3 വെജിറ്റബിളാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോളിഫ്ലവർ വേണമെങ്കിൽ കോളിഫ്ലവറും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റർ ഫ്രൈ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തില്ല. പൊട്ടേറ്റോയും ആഡ് ചെയ്യാം. പൊട്ടേറ്റോയുടെ കാര്യം ഞാൻ മറന്നുപോയി. അരി ഞാൻ വെള്ളം ഡ്രെയിൻ ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരിയും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയല്ലേ, അപ്പോൾ 2.25 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു വിസിൽ നമ്മുടെ കുക്കറിൽ. അപ്പോൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ പുലാവാണ്, അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുക്കറിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കോളിഫ്ലവർ ഞാൻ കഴുകി ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടാക്കി സവാള വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ പൗഡേഴ്സൊക്കെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മുടെ കഴുകി വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു. പാകത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾ പുലാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഫോർക്ക് കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്, നല്ല ചൂടാണ്. അപ്പോൾ ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിനിതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി വെജിറ്റബിൾ പുലാവ് റെഡി. ഈസി ആയിട്ട് കുക്കറിലുണ്ടാക്കിയ വെജിറ്റബിൾ പുലാവ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോളിഫ്ലവർ സ്റ്റർ ഫ്രൈ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതാണ് ഞങ്ങളുടെ മെനു. പിന്നെ വൈകുന്നേരത്തിന് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചായക്ക് കടിയായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.